ഏതോ ഒരു കാടും മലയൊക്കെ കൊണ്ടുവന്നതേ ബലരാമേട്ടൻ ഞങ്ങളിവിടെ എത്തിച്ചിട്ടുണ്ട്. വണ്ടികളൊക്കെ ഇവിടെ നമുക്ക് ചെറിയൊരു ഗ്രൗണ്ട് കിട്ടിയിട്ടുണ്ട്, ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പം എവിടെ നിന്ന് തുടങ്ങുന്നില്ലേ? This is Kochimachan and welcome back to another vlog. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, രാവിലെ എഴുന്നേറ്റ് ഞങ്ങൾ അതിരാവിലെ എഴുന്നേറ്റ് ഇതേ ഇപ്പോൾ നമ്മുടെ തൃശ്ശൂർ ടോളിൻ്റെ അവിടെ നിൽക്കണം. ഇന്ന് എന്താ പരിപാടി എന്നല്ല, ഇന്ന് നമ്മൾ കുറേ സൂപ്പർ ബൈക്സ് ആയിട്ട് കവ ഐലൻഡിലേക്ക് പോകാതെ വണ്ടികളൊക്കെ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ടോ. നമ്മുടെ എല്ലാ വണ്ടികളും ഇവിടെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഈ പ്ലാറ്റ്ഫോമിൻ്റെ മേളിൽ കയറി തെറി വെക്കുമെന്ന് തോന്നുന്നു. അതുകൊണ്ടോ നമുക്ക് ഏകദേശം ഒരു 30 വണ്ടികളുണ്ട്. അതായത് ഏറ്റവും പുതിയ V4S ആണ്, മൾട്ടിസ്റ്റാഡ V4S. അങ്ങനത്തെ ഈ ഒരു ഇതേ നമ്മുടെ ലിജിനാലിൻ്റെ വണ്ടിയുണ്ട്, നമ്മൾ ലിമിറ്റഡ് എഡിഷൻ നമ്മൾ ഇറക്കിയ വണ്ടി. അപ്പോൾ നമ്മൾ ഹർഷ് ബ്രോ ഉണ്ട്, ടോണി ഉണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊരു ഏകദേശം ഇപ്പോൾ ഇത്ര വണ്ടിയുള്ളൂ. ഇനി തൃശ്ശൂർ പോയിട്ട് അവിടെ നിന്നും കുറച്ച് വണ്ടികൾ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിന്ന് പോണത് കവ ഐലൻഡാണ്, പാലക്കാട്. ഞാൻ കാറിലാട്ടോ, നമ്മളെപ്പോഴും കാറിൽ തന്നെ നിന്നും. അപ്പോൾ കവ ഐലൻഡിലേക്കാണ് ഞങ്ങളിപ്പോൾ. സമയം ഏകദേശം 8 മണിയായിട്ടുണ്ട്. ഫ്രണ്ടിൽ മുന്നോട്ട് പോകുമ്പോൾ ഒരു GS പെട്ട് കിടക്കുന്നുണ്ട്, അതിൻ്റെ ബാറ്ററി ഡൗൺ ആയിപ്പോയി. അത് ഫോൺ ചാർജ് ചെയ്തിട്ട് പറ്റിയാട്ടോ, അത് ഫോൺ ചാർജിൽ ഇട്ടിട്ട് ആൾ മാറി. അപ്പോൾ അങ്ങനെ ആ ബാറ്ററി പയ്യെ ഡൗൺ ആയി. അപ്പോൾ അതൊന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ട്രിപ്പ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. എന്തായാലും ഞാൻ നമ്മുടെ ബലരാമൻ എൻ്റെ ഒപ്പമാണ്. ഹലോ. അപ്പം ബലരാമനും ഞാനുണ്ട്, പിന്നെ നമ്മുടെ മയൂക്കുണ്ട്, പിന്നെ സുധിച്ചേട്ടനുണ്ട് കേട്ടോ. നമ്മൾ ഇത്രയും പേര് കാറിലാണ്. പിന്നെ അദ്ദേഹം കാറിൽ തന്നെ, അതെ അവിടെയാണ് നമ്മുടെ GS ഇരിക്കുന്നത്. ഇവിടെ GS ഇവിടെ ഇരിപ്പുണ്ട്, ഞാൻ കാണിച്ചുതരാം. ദിസ് ഈസ് ദ ബൈക്ക്. ജമ്പ് ചെയ്യാൻ നോക്കാം. കാറിൽ നിന്നാണ് ബൈക്കിന് കൊടുക്കാൻ പോണേ. ഫയർ എക്സ്റ്റിങ്ഷർ ഉണ്ടോ? തീ പിടിച്ച സുധിച്ചേട്ടൻ അങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്തോ. കൺഗ്രാറ്റ്സ് ശ്രീധര. ഹോണ്ട ബിഗ് വിങ്ങോ? നിങ്ങൾ ബിഗ് വിങ്ങിലൊക്കെ കയറിയാ? സ്റ്റാർട്ട് ചെയ്യാൻ ഐശ്വര്യമായ കൈ. അങ്ങനെ ഈ വണ്ടി വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടോ. കാർ വെച്ച് നമ്മൾ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. ലെറ്റ്സ് ഗോ. ഇപ്പം ഏട്ടോ നമുക്ക് എല്ലാവരെയും കിട്ടിയത്. നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ നിർത്തി. ദിസ് ശരവണ ഭവൻ നമ്മുടെ പാലക്കാട് എത്തിയിട്ടില്ല, ഇനിയും കുറച്ച് ദൂരം കൂടിയുണ്ട്. ശരവണവനെ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് ഞങ്ങൾ ഫുഡ്. പക്ഷേ ആദ്യം മലബാറിലാണ് കയറിയത്, പക്ഷേ ഇപ്പോൾ എല്ലാവരും അവിടെ കയറിയിട്ടുണ്ടോ. ഇപ്പോഴാണ് അവിടെ തുറന്നത്, ആദ്യം അവിടെ തുറന്നിട്ടില്ല. ഹൈവേയുടെ സൈഡിൽ തന്നെയാണ്. അപ്പോൾ സമയം ഏകദേശം 10 മണിയായിട്ടുണ്ട്. 10 മണിയായി. ഞങ്ങൾ ഇപ്പോൾ ഇവിടെ നിന്ന് പയ്യെ ഇറങ്ങി, എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങൾ ഓൾമോസ്റ്റ് ഈ പാലക്കാടിൽ നിന്നും കുറച്ച് വണ്ടികളുണ്ടായിട്ടോ. ഇതാരാണ്? അതൊരു മൾട്ടി G900. ഹലോ, താങ്ക് യു. പുതിയ വീഡിയോ ഞങ്ങൾ കവ വരെ പോവാം. ഇവിടെ കേട്ടോ ഫുൾ വണ്ടികൾ വെച്ചേക്കണത്. ഇവിടെ മൊത്തം വണ്ടികൾ ഇതൊക്കെ ഉണ്ടോ. ഇത് നമ്മുടെ വണ്ടി. പിന്നെ ഇവിടെ മൊത്തം എനിക്കൊന്ന് ഏകദേശം ഒരു 30 വണ്ടികളുണ്ട് കേട്ടോ. ഒരു 30 ബൈക്സോളം ഉണ്ട് എന്നാണ് ഒരു വിശ്വാസം. എല്ലാവരും കൂടെ കവയെ പോകും. ഞാൻ പറഞ്ഞ പോലെ അവിടെ ഇറങ്ങാൻ പറ്റിയാൽ നമുക്ക് ഇറങ്ങാം, അല്ലെങ്കിൽ നമുക്ക് തിരിച്ചു പോവാം. എന്തായാലും ഇവിടെ നിന്നെങ്കിലും എല്ലാവരെയും കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. നമുക്ക് റോഡിൽ വെച്ച് കാര്യം എല്ലാം വെട്ടിയും പോകുകയായിരിക്കും. നല്ല റോഡ് കിട്ടിയിട്ട് ബലരാം ബ്രോ ഭയങ്കര സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുക. ഒരു V4 റഡാർ സിസ്റ്റം ഉള്ളത് കേട്ടോ. അതായത് നമുക്ക് ക്രൂസ് കൺട്രോളൊക്കെ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. അടിപൊളിയത്. ഫുഡ് ടീം പരിപാടികളൊക്കെ കഴിഞ്ഞു. സമയം ഏകദേശം 10:30 നല്ല വെയിലായുണ്ട്. കാറിലായതുകൊണ്ട് ഒരു സുഖമുണ്ട്. അത് പാലക്കാടുകാരനാ കേട്ടോ, പക്ഷെ കവ ആദ്യമായിട്ടാണ് പോകുന്നത്. എന്നാലും എത്ര കിലോമീറ്റർ ഉണ്ടാവും ഇവിടുന്ന്? നമ്മളിപ്പോൾ നിൽക്കണം എവിടെ? ഈ സ്ഥലം ഇവിടുന്ന് ഒരു 40 കിലോമീറ്റർ. 40 കറക്റ്റ് ആ ഒരു മറ്റേ താഴത്തേക്ക് ഡാമിലേക്ക് പോണത് 40 കിലോമീറ്റർ. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് 40 കിലോമീറ്റർ ഉണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു മണിക്കൂർ എടുക്കും. സ്ഥലം അറിയാവുന്ന 2-3 പേരുണ്ട് കേട്ടോ. അപ്പോൾ അവർ കറക്റ്റ് നമ്മളെ ഗൈഡ് ചെയ്ത് അവിടെ എത്തിക്കും. ബാക്കിൽ കെട്ടെന്ന് എഴുന്നേറ്റൊക്കെ വേണ്ട ഒരാൾ. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി അവരുടെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കട്ടെ. അപ്പോഴത്തേക്കും നമ്മൾ കവയൊക്കെ എത്തുമെന്ന് പ്രതീക്ഷിക്കാം. കാറിലായതുകൊണ്ട് കുറച്ച് ബോറടി ഉണ്ടല്ലേ ചെറുതായിട്ട്. ബൈക്ക് ഓടിക്കാത്തതിൻ്റെ ഒരു വിഷമം ഇല്ലേ സുധിച്ചേട്ടാ? അപ്പോൾ സുധിച്ചേട്ടൻ അവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുക. ഹെൽമെറ്റ് ഒക്കെ ഉണ്ട്. എല്ലാവരും ഹെൽമെറ്റ് എടുത്തിട്ടുണ്ട്. ഞാനും ഹെൽമെറ്റ് എടുത്തിട്ടുണ്ട്. എങ്ങാനും ആർക്കെങ്കിലും എടാ നീ ഓടിച്ചോ എന്ന് പറഞ്ഞു അപ്പോൾ ചാടിക്കറി ഓടിക്കും നമ്മൾ. അതിനു വേണ്ടി റെഡി ആയിട്ടിരിക്കുക. അപ്പോൾ ഞാൻ ഇനി അവരുടെ കുറച്ച് വീഡിയോസ് എടുത്തിട്ട് കുറച്ച് സിനിമാറ്റിക് ഷോട്ട്സ് കാണാൻ.
550 on the 5 sticky, come get high with me, that's a deal, right? Ride with me if you ride with me, you can slide with me if you feel like 550 on the 5 sticky, come get high with me, that's a deal, right? That's a deal, right? That's a bet, right? That's a bet, right? That's a deal, right? That's a deal, right? That's a bet, right? That's a deal, right? That's a deal, right? That's a bet, right? That's a deal, right? That's a deal, right? ഓക്കെ, നമ്മളപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ കവ ഐലൻഡ് എത്തി. എവിടെ നിന്ന്? കഞ്ഞിക്കോട് അല്ലേ? കഞ്ചിക്കോട്. യെസ്, കഞ്ചിക്കോടിൽ നിന്ന് ഒരു 4-5 കിലോമീറ്റർ ഉണ്ടാവും കവയിലേക്ക്. അതായത് ഇപ്പം നമ്മൾ പോകണമെന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഈ വഴി സൈഡ് കുറച്ച് ഇവിടെ അല്ല, കുറച്ചങ്ങ് മാറിയിട്ട് ആക്കേണ്ടത്. ഇത് ഡാമിൻ്റെ ഒരു ഭാഗമാണ്. നമ്മൾ ഡാമിന് ചുറ്റും പോയിട്ട് ഡാമിൻ്റെ ഏറ്റവും ബാക്കിലോട്ട് പോകണം. അവിടെയാണ് നമ്മുടെ കവ ഐലൻഡ്. ഈ വഴിയാണ്, പക്ഷേ ഫുൾ ടാറിട്ട റോഡുകളാണ്. ബാക്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു കാഴ്ചയും കൂടെ കാണിച്ചു തരാം. ഫുൾ നമ്മുടെ വണ്ടികളാട്ടോ. ഇപ്പം കറക്റ്റ് ഇപ്പം ഏകദേശം ഒരു 30 വണ്ടിക്ക് മേളിലുണ്ടാവും എന്തായാലും. കാണാം, ഞാൻ ഫോണിൽ എടുത്തിട്ടുണ്ട്, അത് ഞാൻ കാണില്ല. ഫുൾ നമ്മുടെ പിള്ളേരുടെ വണ്ടികളാണ് ബാക്കിൽ മൊത്തം. വേറൊരു വഴിയും കൂടി ഉണ്ട്. ആ വഴി ഭയങ്കര മോശം എന്ന് വെച്ചാൽ നമ്മുടെ കൂടെ കുറേ സൂപ്പർ സ്പോർട്ട് വണ്ടികളുണ്ട്. അവരുടെ കുറേ ഹമ്പുകളുണ്ട് അവിടെ, ഹമ്പും പരിപാടിയൊക്കെ. അപ്പോൾ അതുവഴി പോയാൽ അവരുടെ സൂപ്പർ സ്പോർട്ടിൻ്റെ കാര്യത്തിൽ തീരുമാനവും. അതുകൊണ്ട് നമ്മൾ ആ വഴി പോകാണ്ട് ഈ വഴി എടുത്തിട്ടാണ്. അപ്പോൾ ഫുൾ ഫാമിലിയും കുറേ പേരുണ്ട്, ആൾക്കാരുണ്ട് ഇഷ്ടം പോലെ. എല്ലാവരും ഇപ്പം ഞാൻ ഇത് തുറന്നാൽ നമുക്ക് മൊത്തം അന്തരീക്ഷത്തിൽ മൊത്തം ഇൻലൈൻ 4ൻ്റെ സൗണ്ടുകളാണ്. ഉള്ളതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്നുണ്ട്. ബാക്കിൽ തന്നെ നമ്മുടെ ലിജിൻ ബ്രോ ഉണ്ട്. ഫുൾ അടിപൊളിയുണ്ട്. അപ്പോൾ ഇതാണ് വഴി. കാലടി ഉണ്ടോ? ഞാൻ ജസ്റ്റ് ഫുൾ നമ്മുടെ പിള്ളേരുടെ വണ്ടി മൊത്തം. എനിക്ക് ഇപ്പോൾ ഇവിടെ പാലക്കാടിൽ നിന്നും കുറച്ച് വണ്ടികൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 3-6 വണ്ടി ജോയിൻ ചെയ്തിട്ടുണ്ട് പാലക്കാടിൽ നിന്ന്. അപ്പോൾ ആ വണ്ടികളുണ്ട്, മൊത്തം നമ്മുടെ വണ്ടികളാണ്. It was at this moment that he knew he f***ed up. എന്റെ തൊപ്പി പറഞ്ഞു. എന്റെ തൊപ്പി കൊണ്ടേ താങ്ക് യു. ഓ, തൊപ്പി പറഞ്ഞുണ്ട്. തിരിച്ചു കിട്ടി ഗൈസ്. സ്നേഹമുള്ള ചേട്ടന്മാരുണ്ടല്ലേ. അപ്പൊ തന്നെ വണ്ടി തിരിച്ച് നേരെ സാധനം എടുത്തു. എന്റെ ഇതൊക്കെ കാണുമ്പോ വണ്ടിയിൽ വന്നാൽ മതിയായിരുന്നു തോന്നിട്ട്. ഇപ്പൊ ഡാം കണ്ടു തുടങ്ങിയിട്ട്. ഇതല്ലേ ഡാം അല്ലേ ഇത്? ഇത് ഡാമിന്റെ ഒരു എൻഡ് ആട്ടെ നമ്മൾ ഈ കാണുന്നത്. ഓ, വെള്ളം കയറിയതാണല്ലോ ഈ കാണുന്നേ. ഓ, ഞാൻ കണ്ടിട്ട് ഇവിടെ കുറെ പേര് വീഡിയോ ഒക്കെ ചെയ്യാറുണ്ട്. ഇത് താഴത്തേക്ക് ഇറങ്ങിയായിരുന്നല്ലേ? ഉയ്യോ, അവിടെയൊക്കെ പോയിരിക്കാൻ പറ്റുമോ? ഓ, ഇപ്പൊ വെള്ളം കയറിയിട്ട്. അപ്പൊ ഫുൾ വെള്ളം കയറിയിട്ടാണ് ഡ്രൈ ആയി കിടക്കുമ്പോ ഞാൻ കണ്ടിട്ടുണ്ട് കുറെ പേര്. നമ്മുടെ ആൽഫി ജെയിംസ് ആള് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആള് ഹിമാലയയും പിന്നെ നമ്മുടെ സായിരാജും എല്ലാവരും വന്ന് ഇവിടെ കുറെ കാണിക്കും. ഇവിടെ കുറെ അവർ ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ആ ഏരിയയും തോന്നുന്നുണ്ട്. ഇപ്പോൾ ഈ വെള്ളം കയറി കിടക്കണം മൊത്തത്തിൽ. കൊള്ളാം, നല്ല സ്ഥലമാണ്. ഈ റോഡ് എത്ര കിലോമീറ്റർ ഉണ്ട്? ഈ റോഡ് ഏകദേശം 10 കിലോമീറ്റർ. 10 കിലോമീറ്റർ ഇങ്ങനെ അറ്റം വരെ പോകും. പള്ളിയുടെ അവിടുന്ന് ഒരു 10 കിലോമീറ്ററോളം ഉണ്ട്. ഓക്കെ. ആ സൈഡിൽ കാണുന്ന മലനിരകൾ എല്ലാം വെസ്റ്റേൺ ഗാർഡ്സ് ആണ്. അതിൻ്റെ ഏറ്റവും ഈ സൈഡിലായിട്ടാണ് നമ്മുടെ ഡാം. അതായത് ഇത് ചുറ്റും കവയുടെ ഒരു മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് വെച്ചാൽ ഇതിന് ചുറ്റും ഒരു മലയായിരിക്കും ഫുള്ള് ഇങ്ങനെ കിടക്കും കേട്ടോ അറ്റം വരെ. ഇത് നമ്മളിപ്പോൾ പോകുന്നത് ഡാമിന് ചുറ്റുവട്ടത്താണ് ഈ വഴി. അതായത് നമ്മൾ ഡാമിൽ ഇങ്ങനെ കറങ്ങിയൊക്കെ ഡാമിൻ്റെ ബാക്ക് സൈഡ് അല്ലേ? പക്ഷേ ഇത് നമുക്ക് മൊത്തം ചുറ്റി അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. ഇതൊരു ഈസ്റ്റ് എൻഡ് ആണ്. ഓ, അല്ല നമുക്ക് ചുറ്റാൻ പറ്റും ഡാം മൊത്തം ഈ വഴി? ചുറ്റാൻ പറ്റും, കംപ്ലീറ്റ് ചുറ്റില്ലല്ലേ. ഒരു കഴിഞ്ഞല്ലേ? നമ്മളപ്പോൾ ഇവിടെ എത്തിയിട്ടാണ്. നമ്മൾ കവ ഐലൻഡിൻ്റെ ഒരു ഭാഗം സൗത്ത് സൈഡിൽ എത്തിയിട്ടുണ്ട്. അല്ല, മലമ്പുഴ ഡാമിൻ്റെ സൗത്ത് സൈഡ്, ദാറ്റ് ഈസ് കവ ഐലൻഡ്. വണ്ടികളൊക്കെ നിരത്തി അവിടെ വെച്ചിട്ടുണ്ട് അടിപൊളിയായിട്ട്. ബൽരാമേട്ടനാട്ടോ കാണിച്ചെന്നെ. ബൽരാമൻ ആദ്യമായിട്ട് കവ കണ്ടിട്ട് എങ്ങനെയുണ്ട് പറയൂ. ഇവിടെ ഫുൾ വെള്ളം ഇറങ്ങി കിടക്കോട്ടെ. പണ്ട് ഇവിടേക്ക് ഇറങ്ങാൻ പറ്റുമായിരുന്നല്ലേ? ഇവിടെ എനിക്ക് ഇപ്പോഴും കുറച്ച് ഇറങ്ങാൻ തോന്നുന്നു ഷൂ ഒക്കെ ഊരിയിട്ട്. ശരിയായിരിക്കും മുമ്പ്. അതെ ശരിയാട്ടോ, വണ്ടിയൊക്കെ ഇറക്കിയ പാടുകളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ദിസ് ഈസ് ദ സൗത്ത് സൈഡ് ഓഫ് മലമ്പുഴ ഡാം. ഇതിന് ചുറ്റും അങ്ങോട്ടേക്കല്ല, ആ ഈ അവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി ഇതിന് ചുറ്റും ഫുൾ ആ ഒരു വെസ്റ്റേൺ ഗാർഡ്സിൻ്റെ ഏരിയ കേട്ടോ ഫുള്ളായിട്ട്. ഇവിടെ നമുക്കൊരു സ്ഥലം കിട്ടിയിട്ടുണ്ട്, ചെറിയ ഗ്രൗണ്ടിൽ എല്ലാവരും വണ്ടിയൊക്കെ വെച്ച്. അപ്പോൾ നമുക്ക് ഇപ്പം ഞാൻ വണ്ടി മൊത്തത്തിൽ കാണിച്ചു തരാം കേട്ടോ എത്ര വണ്ടി ഉണ്ടെന്ന്. ഇപ്പം എനിക്ക് തോന്നുന്നു എല്ലാ വണ്ടിയും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, എല്ലാവരെയും കിടിയിലുണ്ട്. അതായത്
പാലക്കാടിൽ നിന്ന് കുറച്ച് പേരുണ്ടാവും എന്ന് പറഞ്ഞില്ല, അവരെല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്, എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതേ നമ്മുടെ വണ്ടികളൊക്കെ ഇവിടെ നമുക്ക് ചെറിയൊരു ഗ്രൗണ്ട് കിട്ടിയിട്ടുണ്ട്, ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എവിടെ നിന്ന് തുടങ്ങണല്ലേ, ഫുൾ സൂപ്പർ ബൈക്സ്. ഇവിടെ കുറച്ച് R3 ഇരിപ്പുണ്ട്, പിന്നെ ഒരു ബെനലി 302R ഉണ്ട്, ഇത് നമ്മുടെ 950 മൾട്ടി, Z900, ബെനലി നിഞ്ച 650, ബെനലി മോൺസ്റ്റർ. ഇതിന് എക്സോസ്റ്റ് ഉണ്ട് കേട്ടോ, ടെർമിനോയുടെ എക്സോസ്റ്റ് ഉണ്ട് ഈ വണ്ടിക്ക് 650. ഈ വണ്ടിയായിരുന്നു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു. ഇതിന് അക്രബോവിച്ചിൻ്റെ ഫുൾ സിസ്റ്റം എക്സോസ്റ്റ് ഉണ്ട് കേട്ടോ, ഫുൾ സിസ്റ്റം അല്ല തോന്നുന്നു, സ്ലിപ്പ് ഓൺ ആട്ടോ, സ്ലിപ്പ് ഓൺ എക്സോസ്റ്റ് ഉണ്ട്, ജാക്കറ്റ് കൊണൊക്കെ ഇട്ടേക്കുക, കണ്ടാക്കയുടെ എക്സോസ്റ്റ് ഉണ്ട്. ഇതിപ്പോൾ ഓക്കെ, ഈ വണ്ടി ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. നമ്മുടെ അരുണാൻ്റെ ടൈഗർ ബൂസ, ഭയങ്കര രസമുണ്ട് ഈ വണ്ടി. ഈ റോട്ടിൽ കാണാൻ ഓടുമ്പോഴത്തേക്കും നല്ല ഭംഗിയാണ് ഇത് കാണാനും, നല്ല അത്യാവശ്യം നല്ല സൗണ്ടും ഉണ്ട് ഇതിന്. പിന്നെ അതെ നമ്മുടെ ലിജീഞ്ഞൻ്റെ വണ്ടി എക്സ്ട്രാവൽ ലിമിറ്റഡ് എഡിഷൻ, ഓൺലി 1 ഇൻ കേരള ടൈഗർ. പിന്നെ ഒരു മോൺസ്റ്റർ വേഴ്സസ് 1000 കേട്ടോ, പുതിയ വണ്ടിയുടെ 3 ആഴ്ചയായിട്ടുള്ള എടുത്തിട്ട് 800 10RR. ഇത് ഒരെണ്ണമല്ലേ ഉള്ളത്, 15 out of 500. കേരളത്തിൽ ഒരെണ്ണമല്ലേ ഉള്ളൂ, 3 ഉണ്ട്. ഓ നൈസ്. അപ്പോൾ ഒരു 10RR. ഇത് നമ്മുടെ മൾട്ടി സ്റ്റാഡ V4S. പിന്നെ ഇത് നമ്മുടെ ട്രൈഡൻറ്റ് G800, 959 നമ്മുടെ വിസ്കിഡിൻ്റെ ഡേറ്റോണ 675. പിന്നെ 800 ബെൻലി 600. ഇതിൽ ഫുൾ സിസ്റ്റം എക്സോസ്റ്റ് ഉണ്ട്. ഇത് ഞാൻ ആശാന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യും. ഇതിനും ഈ ഒരു Fനും ഫുൾ സിസ്റ്റം എക്സോസ്റ്റ് ഉണ്ട്, ഡാക്രയുടെ എക്സോസ്റ്റ് 302, പിന്നെ R3. ഇത്രയും വണ്ടികളാണ് നമ്മുടെ ഒപ്പം ഇന്നുള്ള. ഇവിടുന്ന് കുറച്ച് വണ്ടികൾ നമ്മുടെ പാലക്കാടിൽ നിന്ന് ഇവിടുന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്, ഒരു 4-5 വണ്ടികൾ ഇവിടുന്ന് ജോയിൻ ചെയ്യുന്നുണ്ട്. ബാക്കിയെല്ലാം നമ്മുടെ എറണാകുളം, തൃശ്ശൂർ ഭാഗത്തു നിന്നാണ് നമ്മൾ ഇന്ന് വന്നേക്കണേ. അപ്പോൾ എന്തെങ്കിലും റൈഡ് അടിപൊളിയായിട്ട് നമുക്ക് ഫുഡ് കഴിക്കണമെന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അറിയില്ല എവിടെയൊക്കെ ഇറങ്ങാമെന്നൊക്കെ പറയുന്നുണ്ട്, ഡാമിൻ്റെ സൈഡിലേക്ക് ഇറങ്ങാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഫുള്ളി നമ്മൾ അങ്ങോട്ടേക്ക് പോവും. അങ്ങോട്ടേക്ക് പോയി ഇറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ജസ്റ്റ് പോയി നോക്കാം എന്തായാലും ഇറങ്ങാൻ പറ്റൂല്ലോ എന്ന് തോന്നുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ പോട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് വഴി തെറ്റി ഗൈസ്, ഞങ്ങൾ വഴി തെറ്റി ഏതോ കാട്ടിൽ വന്നിരിക്കും. കീ ആയിട്ട് ഞങ്ങൾ ഏതോ ഒരു കാടും മലയൊക്കെ കൊണ്ടുവന്നതേ ബലരാമേട്ടൻ ഞങ്ങളിവിടെ എത്തിച്ചിട്ടുണ്ട്. ജയദേവേട്ടൻ കാണണമെങ്കിൽ ഇതിനെല്ലാം ഉത്തരവാദിത്തം എല്ലാം ബലരാമേട്ടനാണ്, എന്തുണ്ടെങ്കിലും അവിടെ ചോദിച്ചാൽ മതി. അപ്പോൾ ഞങ്ങൾ ഡാമിൻ്റെ ഒരു സൈഡിലായിട്ട് വന്നേക്കുവാണ്. ഞങ്ങൾ ജസ്റ്റ് ഒരു ഡീവിയേഷൻ കണ്ടു, അവിടെ വണ്ടികളൊക്കെ വന്നിട്ടുണ്ടായി, പക്ഷേ ഇത്രയും ദൂരം വരെ വന്നിട്ടുണ്ട് വണ്ടികൾ. ഇങ്ങനെ അത്യാവശ്യം അങ്ങോട്ടേക്കും പിന്നെയും കുറേ പോവാം. എന്തായാലും ഈ കീ ആയിട്ട് നല്ല ഈസി ആയിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ട് ഒരു കുഴപ്പമുണ്ടായില്ല. ഒരു ഡ്രോൺ ഷോട്ട് എടുക്കുക, എന്തായാലും നല്ല രസമുണ്ട്, ചുറ്റും മല തന്നെ. നമ്മൾ കീ ആയിട്ട് നല്ല സൂപ്പർ ഓഫ് റോഡുകൾ കാണിച്ചു തരാം ഗൈസ്. എങ്ങനെയാണ് കീ ഇറങ്ങി വരുന്നത്? ജയിലാണോ? ഇവിടെ ഒരു കല്ലുണ്ട്, അത്ര ചേർക്കണ്ട. ആ പടപടെ ഈ ഡാമിൻ്റെ ഇങ്ങോട്ടേക്ക് കുറേ ഇങ്ങനെ ചെറിയ ചെറിയ വഴികളുണ്ട്. കാറല്ല ബൈക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് അങ്ങോട്ടേക്ക് ഇങ്ങനെ കയറി പോകട്ടോ. ആ മലയൊക്കെ ഫുൾ പാറയും കാര്യങ്ങളൊക്കെ അങ്ങോട്ട്. ഇത് ഇതാണ് ഹൈവേ. ഈ ഹൈവേന്ന് ഞങ്ങൾ ലെഫ്റ്റ് എടുത്ത് നമ്മൾ ആദ്യം അങ്ങോട്ടാണ് പോയത്, ആ ഡയറക്ഷനിലേക്കാണ് പോയത്. അവിടെ നിന്ന് നമ്മളെല്ലാവരും വണ്ടിയൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് അപ്പം നമ്മൾ
മെയിൻ റോഡിൽ നിന്ന് ലെഫ്റ്റിലേക്കുള്ള വഴി. ബോർഡൊന്നുമില്ല. മലമ്പുഴ എന്ന് വരുമ്പോ ലെഫ്റ്റ്, ആനക്കല്ലിന്ന് വരുമ്പോ റൈറ്റ്. അതാണ് ഞങ്ങൾ ഇപ്പൊ പോയ വഴി. ബോർഡൊന്നുമില്ല. അവിടെ കൊള്ളാം. എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു കുതിരാൻ ടണലൊക്കെ തുടങ്ങിയപ്പോൾ. ആൻഡ് ദ ബ്ലോക്ക് ഇസ് ബാക്ക്. ഇവിടെ ഇപ്പോൾ പിന്നെയും സിംഗിൾ വേ ആക്കിയിട്ടാണ്. അതായത് ഒരു ടണലിൽ കൂടെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും. അതായത് ഇപ്പോൾ 2 ലൈനാക്കി. പിന്നെയും ബ്ലോക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ കുതിരാനിലേക്ക് വന്നവർ ശ്രദ്ധിച്ചോ, ഇവിടെ എന്തായാലും നല്ല ബ്ലോക്ക് ഇടും കേട്ടോ. ഇപ്പോൾ ഉച്ച സമയത്ത് ഈ അവസ്ഥ. അപ്പോൾ വൈകിട്ട് രാത്രി ലോറിയൊക്കെ ഉള്ളപ്പോൾ ഇതിലും സീനായിരിക്കും മൊത്തം ആകെ. ഇവിടെ ഇപ്പോൾ പണിയും നടക്കുന്നുണ്ട് ഭയങ്കരമായിട്ട്. അപ്പോൾ ഈ സമയത്ത് വന്നവർക്കൊക്കെ നല്ല ബ്ലോക്ക് കിട്ടും കുതിരാൻ സൈഡിലേക്ക് വന്നാൽ. ഹോപ്പ്ഫുള്ളി പെട്ടെന്ന് തന്നെ അടുത്ത ടണൽ തുറക്കും. അതിൻ്റെ പണിയൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അടുത്ത ടണൽ തുറന്നാൽ നമുക്കിത് ഫുള്ളായിട്ട് ഓപ്പണായി കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു കമ്മിങ് 1-2 മന്ത്സ് എനിക്ക് തോന്നുന്നു ഇത് തന്നെ ഇങ്ങനെ തുടർച്ചയായിട്ടുണ്ടാവും ഈ ബ്ലോക്കും കാര്യങ്ങളൊക്കെ. സോ ബിവെയർ ദോസ് ആർ കമ്മിങ് ടു കുതിരാൻ. യെസ്, അപ്പോൾ ഞാൻ വീടെത്തി കേട്ടോ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വിചാരിച്ച പോലെ ഒന്നും നടന്നില്ല. എല്ലാം പെട്ടെന്നായിരുന്നു. എല്ലാവരും ഫുഡ് കഴിക്കാൻ പോലും ആരും നിന്നില്ല. എല്ലാവരും ചറപറാന്ന് ചൂട് കാരണം എല്ലാവരും പെട്ടെന്ന് പോയി. കാര്യം എല്ലാവരും വിചാരിച്ച രാവിലെ പോയിട്ട് ഒരു ഉച്ച 12 മണിക്ക് കൂടെ തിരിച്ച് വന്ന് കൊച്ചിയിൽ നിന്ന് ഫുഡ് കഴിച്ച് പിരിയാനായിരുന്നു പ്ലാൻ. ബട്ട് നമുക്ക് കുറേ ഡിലേ ആയി. നമുക്കൊരു വണ്ടി ബ്രേക്ക് ഡൗൺ ആയി. അപ്പോൾ അത് കാരണം ഒരു മണിക്കൂർ അവിടെ പോയി. അപ്പോൾ അങ്ങനെ കുറച്ച് ഡിലേ ആയപ്പോഴത്തേക്കും എല്ലാവരും ചറവറാന്ന് പോയി. വണ്ടിയോ കാര്യങ്ങളോ ഓടിയാനോ ഒന്നും പറ്റിയില്ല. എല്ലാവരും ഭയങ്കര ചൂടായിരുന്നു. പാലക്കാട് സൈഡിൽ നിന്ന് ഭയങ്കര ചൂടായിരുന്നു. ഇതിപ്പോൾ ഡിസംബർ ആണെന്ന് പറയത്തേ ഇല്ല കേരളത്തിൽ. ഒന്നുമില്ല, കുറച്ച് ഷോർട്സുകളും പിന്നെ കവയിൽ പോയ എക്സ്പീരിയൻസ്. കവയിൽ ഇപ്പം ആരും പോകാണ്ടിരിക്കാനായിരിക്കും ബെറ്റർ. കാര്യം മഴ പെയ്ത് ആകെ വെള്ളം കയറി കിടക്കുകയാണ്. നമുക്ക് എവിടെയും നമ്മൾ ഉദ്ദേശിച്ച പോലെ ഇറങ്ങാൻ പറ്റില്ല. പിന്നെ ഞങ്ങളിന്ന് കാറായിട്ട് ഒരു ചെറിയൊരു ഓഫ് റോഡ് പോലെ പോയിട്ടുണ്ടായി. അത് നല്ല രസമുണ്ടായി. അത് എനിക്ക് തോന്നുന്നു അധികം പേർക്ക് അങ്ങനെ അറിയില്ല എന്ന് തോന്നുന്നു. എനിക്കറിയില്ല, ഞാൻ കുറവാണ് ആ സ്ഥലം കണ്ടിട്ടുള്ളത്. ഒരു ഡീവിയേഷൻ ഉണ്ട്. അതങ്ങ് കയറി പോയി അങ്ങ് അറ്റം വരെ നമുക്ക് പോവാം. കുറേ അകത്തായിട്ട് പോവാം. ബൈക്കൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസം കിട്ടും. ബൈക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് അപ്പുറത്തെ സൈഡിൽ പോയി കണ്ടിട്ടൊക്കെ വരാം. അതെന്തായാലും അടിപൊളിയായിരുന്നു. ബട്ട് നമുക്ക് ആ ഒരു ഡാമിൻ്റെ അങ്ങോട്ടേക്ക് ഇറങ്ങാൻ പറ്റില്ല. കാര്യം അത്രമാത്രം വെള്ളം കയറി കിടക്കാൻ മൊത്തത്തിൽ. അതെനിക്ക് എന്തായാലും ഇനി കുറച്ച് നാളത്തേക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ കഴിയില്ല, അതായത് നമ്മുടെ ചെറിയൊരു വീഡിയോ എന്നിട്ട് എനിക്ക് അങ്ങനെ ലോങ് ആയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. എക്സ്ട്രാ ആയിട്ട് ഭയങ്കര അടിപൊളിയായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. വണ്ടിയൊക്കെ ഓടിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അതും ഒന്നും നടന്നില്ല. അപ്പോൾ ഹോപ്പ്ഫുള്ളി അടുത്തൊരായിട്ട് നമുക്ക് അടിപൊളിയായിട്ട് പോവാം. എനിക്ക് വണ്ടി ഞാൻ ശരിക്കും മിസ് ചെയ്തു ഇപ്രാവശ്യം പോയപ്പോഴത്തേക്കും. സോ യെസ്, അതൊക്കെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഡോണ്ട് ഫർഗെറ്റ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ ചാനൽ. ബെല്ലേക്ക് നിൽക്കുക. അടുത്ത വീഡിയോയിൽ ബെല്ല് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. സാധനം ഓപ്ഷനാണ്. മറ്റായിരുന്നു സ്വന്തം കൊച്ചിനാണ്. ബൈ. ഫുഡ് ടീം പരിപാടികളൊക്കെ കഴിഞ്ഞു. സമയം ഏകദേശം എത്ര മണി? 10:30. യെസ്, 10:30. എന്താ എന്തിന് കല്യാണം പിന്നെ കഴിക്കണം? നിന്റെ കല്യാണമൊന്നുമില്ല. നിന്റെ കല്യാണത്തിന് പോയ പോരെ. എടാ പോലടാ. ഹൗസ് ദ റൈറ്റ് ബോയ്സ്? ഞാൻ വെച്ച് സുചിതനെ ഹെൽമെറ്റ് എടുത്ത് നോക്കുന്നു. ഇപ്പൊ You have been recorded.